ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗിംഗ് വിത്ത് സോനിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് മാറിയിട്ട് ഒരു 2-3 വീക്സ് ആകുന്നു. സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ആൻഡ് എന്താ പറയുന്നത്, ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടല്ലോ. ഇപ്പം ബേസിക്കലി നമ്മൾ നമ്മുടെ വീട് മേടിച്ചതിൻ്റെ പ്രോസസ്സാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം UK ഒരു വീട് മേടിക്കുക എന്ന് പറയുമ്പം ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും പ്ലസ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ വരുന്നത് കേട്ടോ. സോ മാക്സിമം നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ എം ഷുവർ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് വീട് മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നവർ. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ചെയ്തത് ജോപ്പിയാണ് കേട്ടോ. അപ്പം ജോപ്പി ആയിരിക്കും ഈ വീഡിയോ കൂടുതലും നിങ്ങൾ സംസാരിക്കുന്നത് കാണുന്നത്. അപ്പം ജോപ്പി, ഓവർ ടു യു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത എന്താണ്, നമുക്കിതൊരു പ്രോസസ്സായിട്ട് പറയാം. ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് പറയുമ്പം ഒരു പുതിയ ആൾ ഇത് കാണുമ്പം അവർക്കത് മനസ്സിലാവും, കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പം യു സ്റ്റാർട്ട്, ലൈക്ക് നമുക്കറിയാലോ നമ്മൾ ആദ്യം എന്താ ചെയ്തതെന്ന്. അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ആഗ്രഹം വീട് മേടിക്കണമെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് വീടെടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രദീപേട്ടനോട് ചോദിച്ചു. അപ്പൊ പ്രദീപേട്ടൻ നമുക്ക് മോർഗേജ് അഡ്വൈസറിന്റെ റെഫറൻസ് തന്നു. അപ്പൊ മോർഗേജ് അഡ്വൈസർ ആരാന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നുകിൽ നമുക്ക് നമ്മുടെ വീടിനുള്ള ലോണ് എടുക്കാനായിട്ട് ഡയറക്റ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസേഴ്സിനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലോണിലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർഗേജ് അഡ്വൈസറിനെ വെച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ബാങ്കിന്റെയും ഒക്കെ ലോണിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് വേണ്ടി സെർച്ച് ചെയ്തിട്ട് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്ത് തരും. നമ്മൾ തന്നെ പോയി ഒരു ബാങ്കിൽ അല്ലെങ്കിൽ 1-2 ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നതിലും എളുപ്പമായിരിക്കും. അവരാകുമ്പോൾ അവർക്ക് ഒത്തിരി ആക്സസ് ഉണ്ട്, അവരുടെ പോർട്ടലിൽ അവർക്ക് ആക്സസ് ഉണ്ട്. നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ കറണ്ട് സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോർഗേജ് അഡ്വൈസറിന്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സിറിൽ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾ മോർഗേജ് ചെയ്തത്, പുള്ളിയുടെ ത്രൂ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു ആളാണ് പുള്ളി, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം പുള്ളി ആദ്യമേ നമ്മളോട് പറഞ്ഞത് നമ്മളൊരു ഡിപ്പ് എടുക്കണമെന്നാണ്, അതായത് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റും നമ്മുടെ പേ സ്ലിപ്പും നമ്മുടെ സാലറി സ്ലിപ്പ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഒരു DIP, അതായത് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുത്തു തരും. അതായത് നമുക്ക് മാക്സിമം എത്ര ലോൺ ബാങ്കുകൾ തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഡോക്യുമെന്റാണ് അത്. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാലറി നമ്മുടെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പം 280,000 ഒരു ഡിപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് 280,000 വരെയുള്ള വീടുകൾ നമുക്ക് നോക്കാൻ പറ്റും, മാർക്കറ്റിൽ നമ്മൾ നോക്കാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹരിഗേറ്റിലാണെങ്കിൽ നമുക്ക് ഒത്തിരി എസ്റ്റേറ്റ് ഏജൻസ് ഉണ്ട്, വെറൈറ്റി ഫ്രസൻസ്, പിന്നെ ഡയമണ്ട് ലെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് എസ്റ്റേറ്റ് ഏജൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റേ സൈറ്റുകളുണ്ട്, അതായത് നമ്മുടെ റൈറ്റ് മൂവ്, പിന്നെന്തുവാ സൂപ്ല, അങ്ങനെ പല സൈറ്റ്സ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ലോക്കൽ ആയിട്ടുള്ള എസ്റ്റേറ്റ് ഏജൻസിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ലോക്കൽ ലിസ്റ്റിംഗ്സ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ ഡിപ്പ് അനുസരിച്ചിട്ടുള്ള മാർജിൻ ഇട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹൗസസ് വരും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വീടുകൾ കണ്ടാൽ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുക, വീടുകളിൽ പോയി കാണുക. അങ്ങനെ നമ്മൾ ആദ്യം 1-2-3 വീട് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം വില വരണമെന്നില്ല. ഒരു 5-6 വീട് കണ്ടു, 5-6 വീട് കണ്ടു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ബഡ്ജറ്റിന് ചേർന്ന ഒരു വീട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് വീട് കാണാൻ പോയാൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഡിപ്പ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് ചിലപ്പോൾ നമ്മുടെ ഡിപ്പിൽ വരണമെന്നില്ല. അതായത് ഇപ്പം നമുക്ക് ഒരു 250 അല്ലെങ്കിൽ ഒരു 260 വീട് ഇഷ്ടപ്പെട്ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അഡ്വൈസറിനെയൊക്കെ കണ്ട് സംസാരിച്ച് ഡിപ്പ് കിട്ടിയപ്പോൾ നമുക്ക് 240 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക്
260 വീട് നമുക്ക് 20,000 എക്സ്ട്രാ കയറേണ്ടി വരും. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഫുള്ള് മോർഗേജിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 240 കിട്ടത്തുള്ളെങ്കിൽ 260 20 ഡിഫറൻസ് നമുക്കപ്പം ആ വീട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമേ ഒരു ഡിപ്പ് എടുത്തിട്ട് ആ ഡിപ്പ് ബേസ് ചെയ്ത് ഒരു വീട് സെർച്ച് ചെയ്യുന്നതായിരിക്കും ഈസിയർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അറിയത്തില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, ചോയ്സാണ്. ഈ ഡിപ്പ് കിട്ടാൻ നമുക്ക് എത്ര സമയം എടുത്തു? ഒരു 1 or 2 ഡേയ്സിനുള്ളിൽ അഡ്വൈസേഴ്സ് എടുത്ത് തരും നമുക്ക്. 1 or 2 ഡേയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. എന്നാലും വലിയ താമസമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് അവർക്ക് കൊടുക്കുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട്. നമ്മൾ ഡിലേ ആവുന്നതനുസരിച്ച് അവരുടെ സൈഡിൽ നിന്നുള്ള പ്രോസസ്സിംഗ് ഡിലേ ആവും. നമ്മൾ പെട്ടെന്ന് കൊടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അപ്പം ബെറ്റർ ഇസ് ഓൾവേസ് നമ്മൾ ഡിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് പോയി ഡിപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ വീട് പോവും, ആ വീട് അവിടെ നിൽക്കണം എന്നില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓഫർ കൊടുക്കും. അപ്പം നമുക്ക് അത് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എത്ര വീട് നോക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ടിപ്പ് എടുത്തു കഴിഞ്ഞാൽ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യം നമ്മുടെ എസ്റ്റേറ്റ് ഏജന്റ്, ആ വീടിന്റെ ആരാ ലെറ്റിംഗ് സെല്ലിങ് എസ്റ്റേറ്റിൽ ഇട്ടിരിക്കുന്നത്, അതായത് അവരുടെ ലിസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന അവരോട് നമ്മളിപ്പോൾ വിളിച്ച് പറയുക ഈ വീട് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്, പ്രൊസീഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ സെല്ലറിനെ നമ്മുടെ ഒരു ഇപ്പോൾ 250 വീടാണെങ്കിൽ 250 തന്നെ നമ്മൾ എഗ്രി ചെയ്യണമെന്ന് പറയണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു 240 ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു 235 നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ പറയുക. അപ്പോൾ അവർ വേറെ ആരും അതിന് മേലെ ഓഫർ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മളെ എഗ്രി ചെയ്യും. എഗ്രി ചെയ്യുന്ന വെച്ചാൽ അവർ സെല്ലറിനോട് സംസാരിക്കാൻ എഗ്രി ചെയ്യും. സെല്ലറിനോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പം പുറത്ത് വെട്ടം കുറച്ച് കുറഞ്ഞു വരുവാണ്, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടാൻ പോയതാണേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഏജൻസിനെ അറിയിക്കുക. ഏജൻസ് സെല്ലറിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഓഫർ അവരോട് പറയും. സെല്ലർ എഗ്രി ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ സെല്ലറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മുടെ ഡിപ്പ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഇപ്പം സെല്ലർ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീടാണെങ്കിൽ നമുക്കത് കയ്യിൽ നിന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ സെല്ലർ പറയുന്ന പ്രൈസിൽ എഗ്രി ചെയ്യേണ്ടി വരും. ഇല്ല നമുക്ക് ഇച്ചിരൂടെ താന്ന് വേണം എന്നുണ്ടെങ്കിൽ അടുത്ത വീട് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ കൊടുക്കുക. അപ്പം ചിലപ്പം സെല്ലർ എഗ്രി ചെയ്യണമെന്നില്ല, നമ്മൾ ഓഫർ അവർ കുറച്ചുകൂടെ കൂട്ടി ചോദിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെക്കാട്ടിലും കൂടുതൽ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇതാണ് നിങ്ങളുടെ ഓഫർ, ഇത്രയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതിന് മേലെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫർ ചെയ്താൽ അവരത് വീണ്ടും സെല്ലറിനെ അറിയിക്കും. അങ്ങനെ ആ ഒരു ബാർഗെയിനിങ് നമ്മുടെ ബയ്യറും സെല്ലറും തമ്മിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എമൗണ്ട് സെല്ലർക്ക് ഇഷ്ടം, അതായത് സെല്ലർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ ഓക്കെ പറയും, നമ്മുടെ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ തരും ഏജൻസിന്റെ സൈഡിൽ നിന്ന്. അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിയാൽ അത് സെയിൽ നടന്നെന്നല്ല അതിൻ്റെ അർത്ഥം, ജസ്റ്റ് ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കീ കിട്ടുന്നിടം വരെ നമുക്ക് ഈ വീട് നമ്മുടെയാന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എപ്പോൾ നമ്മുടെ കയ്യിൽ ആ വീടിന്റെ കീ കിട്ടുന്നോ അതിന് മുമ്പ് വരെ നമുക്കോ അല്ലെങ്കിൽ സെല്ലർക്കോ ഈ പ്രോസസ്സിൽ നിന്ന് പിന്മാറാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നോ പറയാം, അല്ലെങ്കിൽ നമുക്ക് നോ പറയാം. അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്നെങ്കിൽ കീ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വീട് രണ്ടുപേരും എഗ്രി ചെയ്ത് അക്സെപ്റ്റൻസ് ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫർ ലെറ്ററുമായിട്ട് നമ്മൾ നേരെ മോർഗേജ് അഡ്വൈസറിനെ അടുത്ത് ചെല്ലുക. മോർഗേജ് അഡ്വൈസറിൻ്റെ ഇടയിൽ ഈ ലെറ്റർ കൊടുക്കുക. ബാക്കി അവർ മോർഗേജ് അഡ്വൈസർ ബാങ്കിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പിന്നെ നമുക്ക് അടുത്തത് സൊളിസിറ്ററിനെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് അവരോട് പറയുക. അപ്പം നമുക്ക് സൊളിസിറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൊളിസിറ്റർ ഞാൻ പറഞ്ഞ പോലെ ഷിനോ ആയിരുന്നു. പുള്ളി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് അയക്കേണ്ടത്, എപ്പോഴൊക്കെ അയക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ അതായത് ഞങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട്, BRP, നമ്മുടെ 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, 6 months പേ സ്ലിപ്പ്, പിന്നെ P60, പിന്നെ എന്തായിരുന്നു എനിക്കൊന്ന് കൗൺസിൽ ടാക്സ്, ഇപ്പം അടച്ചുകൊണ്ടിരുന്ന കൗൺസിൽ ടാക്സിന്റെ പേപ്പർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്. അത് സോളിസിറ്റർ നിങ്ങളോട് പറയും, അതനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അവർക്ക് കൊടുക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ വരുമ്പം ഇൻഡിവിജ്വലൈസ്ഡ് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ള ഒരാളാണെങ്കിൽ അവർ പാസ്പോർട്ടാണ് അതൊക്കെ സോളിസിറ്റർ പറയും. അവർ സോളിസിറ്റർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അവർക്ക് സബ്മിറ്റ് ചെയ്യുക, അത്രയൊന്നും ഉള്ളൂ. വേറെ അതിനകത്ത് നമുക്കിപ്പം വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ല. അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഓരോരുത്തരുടെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് അവരുടെ പേഴ്സണൽ ബേസിസ് അനുസരിച്ച് ചോദിക്കുക, അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു? ഓക്കെ,
പിന്നെ നമുക്കുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കാര്യം നമുക്ക് 5% ഡെപ്പോസിറ്റ് ഇട്ടാൽ കിട്ടുമോ, 10% ഇട്ടാൽ കിട്ടുമോ, 15 ഇട്ടാൽ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ എടുത്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 4-5 months ബിഫോറേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ ഇത് മോർഗേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5% ഡെപ്പോസിറ്റിന്റെ സ്കീം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതൊക്കെ അഡ്വൈസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മോർഗേജ് അഡ്വൈസർ ഇപ്പോഴത്തെ കണ്ടീഷനും ഇപ്പോഴത്തെ സാഹചര്യവും അനുസരിച്ച് ബാങ്കിന്റെ റൂൾസ് ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ ഇതനുസരിച്ച് അവരത് എടുത്തു തരും. ഞങ്ങൾ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് 5% ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 10% ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡെപ്പോസിറ്റ് ഇടുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. പിന്നെ അത് തന്നെ ആ സമയത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരുന്ന കാരണം നമുക്ക് മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ മോർഗേജിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആ സമയത്ത് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 years ഫിക്സ് ചെയ്തത്. ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല കറക്റ്റ്, അത് എല്ലാം മോർഗേജ് അഡ്വൈസർ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം പോലെ ചൂസ് ചെയ്യുക. 5% ഇടാനുള്ളവർ ആ സ്കീമാണെങ്കിൽ 5 ഇടുക, 10 ഇടാനുണ്ടെങ്കിൽ 10 ഇടുക, 15 നമ്മൾ എത്ര ഇടുന്നോ അത്രയും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ അടവും കുറഞ്ഞിരിക്കും. അതാണ് നമുക്ക് ഡെപ്പോസിറ്റിന്റെ കാര്യം. അങ്ങനെ ഇനി ഡെപ്പോസിറ്റിനുള്ള ഫണ്ട് നമ്മൾ ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഇവിടെ തന്നെ സേവ് ചെയ്യുക. നമ്മുടെ സാലറിയിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സേവ് ചെയ്യുക. നാട്ടിലോട്ട് അധികം അയക്കേണ്ട ആവശ്യമില്ലാത്തവരാണെങ്കിൽ മാക്സിമം സേവ് ചെയ്താൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ചാർജും ട്രാൻസാക്ഷൻ ചാർജും ഒക്കെ ഒത്തിരി നമുക്ക് നഷ്ടം വരും. വലിയൊരു എമൗണ്ട് ആയിരിക്കും കൊണ്ടുവരുന്നെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് ഇവിടുന്ന് ആരുടെയും കയ്യിൽ നിന്നൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മുടെ ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട് ക്ലിയർ ആയിരിക്കണം. ഫണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വീടെടുക്കുകയാണെങ്കിൽ, ഇന്ന് വീടെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സെർച്ച് തുടങ്ങുവാണെങ്കിൽ ഈ മാസം തൊട്ട് ലാസ്റ്റ് 6 month സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് അഡ്വൈസർക്കും സൊളിസിറ്റർക്കും കൊടുക്കേണ്ടത്. അപ്പം അതിനകത്ത് ഫണ്ട് വലിയ എമൗണ്ടുകളൊക്കെ വന്നാൽ അതിന്റെ സോഴ്സ് നമുക്ക് കാണിക്കേണ്ടി വരും. ഇപ്പം ഇൻ കേസ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഫണ്ട് നാട്ടിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവിടുന്ന് പേഴ്സണലായിട്ട് ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചാൽ അതിന്റെയൊക്കെ പ്രൂഫ് നമുക്ക് കാണിക്കേണ്ടി വരും. അതെന്തിനു മേടിച്ചു, അതൊന്നും നമുക്ക് ഫണ്ട് നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഫണ്ട് നമ്മുടെ തന്നെ സേവിങ്സ്, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലെ സേവിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന സേവിങ്സിന്റെ ഫണ്ട് നാട്ടിലെ സ്റ്റേറ്റ്മെന്റും കാണിക്കേണ്ടി വരും നമുക്ക്. അപ്പം നമുക്ക് വേറെ ഒരിടത്തുനിന്നും ഫണ്ട് നാട്ടിൽ നിന്ന് ലോൺ എടുത്തോ ഇവിടുന്ന് ലോൺ എടുത്തോ ഒന്നും നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അതെല്ലാം നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മിനിമം ഒരു 6 months നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഓരോ എക്സ്ട്രാ പേപ്പർ വർക്ക്സും അല്ലെങ്കിൽ എക്സ്ട്രാ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്ത് സമയം പോകും. അപ്പോൾ നമ്മൾ വീട് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ടൈം ഫ്രെയിം മനസ്സിൽ വെച്ചാൽ 6 months ഫണ്ട് കൊണ്ടുവരുന്നതിന് ശേഷം 6 months നമ്മുടെ അക്കൗണ്ട് ക്ലീൻ ആണെങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എല്ലാം ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അധികം പേപ്പർ വർക്ക്സിന്റെ പുറകെ പോകേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഒത്തിരി സമയം അതിന് വേണ്ടി പോകും. അത് തന്നെയല്ല എക്സ്ട്രാ നമ്മൾ ഓരോ പ്രൂഫ് കാണിക്കേണ്ടി വരും. അപ്പം അത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ ഫണ്ടിന്റെ കാര്യം അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെന്തുവായിരുന്നു, സർവേ പറ്റി പറയണം. സർവേ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സർവേ ചെയ്യാം. ഒരു സർവേ എന്ന് വെച്ചാൽ ബാങ്ക് ഒരു വാല്യുവേഷൻ സർവേ ചെയ്യും. നമ്മുടെ ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മൾ മോർഗേജ് എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ആ വീടിന് ആ വാല്യൂ ഉണ്ടോ എന്ന് ബാങ്കിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്നോ അവരൊരു വാല്യുവേഷൻ ചെയ്യും. അതൊരു റഫ് വാല്യുവേഷൻ ആയിരിക്കും. ആ വാല്യുവേഷൻ ബേസിലാണ് അവർ നമ്മൾ പറഞ്ഞ വീടിന്റെ വാല്യൂ അത്ര ഉണ്ടോ ഇല്ലയോ, ആ ഫണ്ട് ആ വീടിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 240 ഒരു വീടിന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഒരു റഫ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് 240 ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും 240 നമുക്ക് തരാൻ പറ്റില്ല, 220 തരാൻ പറ്റുള്ളൂ. അപ്പോൾ 220 തന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കി 20 നമ്മൾ ഇടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സെല്ലറുമായിട്ട് സംസാരിച്ചിട്ട് ഈ വീടിന് വാല്യൂ ഇത്രയും ഇല്ല എന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് പറഞ്ഞു, അപ്പോൾ നമുക്ക് അത്രയും ഫണ്ട് എക്സ്ട്രാ ഇടാനില്ല, നിങ്ങൾ എഗ്രി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊരു ബാർഗൈനിങ് അവിടെ നടക്കും. ഇല്ല 240 തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ഫണ്ട് ഇടേണ്ടി വരും, നമുക്ക് അത് മോർഗേജ് കിട്ടില്ല. 220 ബാങ്ക് തരും, ബാക്കി 20 പ്ലസ് നമ്മുടെ ഡെപ്പോസിറ്റ് നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പം അതൊക്കെ അന്നേരത്തെ നമ്മുടെ ഓരോ സാഹചര്യം പോലെ, അതൊന്നും നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സർവേ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം 3 ലെവലുണ്ട്. ഒന്ന് ബേസിക് സർവേ ഉണ്ട്, ഒന്ന് ലെവൽ 1, ലെവൽ 2. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഹോം ബയേഴ്സ് സർവേ എന്ന് പറഞ്ഞ സർവേ ചെയ്താൽ മതിയായിരിക്കും. അതാണ് ഈ സർവേ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ, ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷൻ കംപ്ലീറ്റ് അവർ ആ സർവേയിൽ നമുക്ക് റിപ്പോർട്ടായിട്ട് പറഞ്ഞു തരും. വാല്യുവേഷൻ മാത്രമല്ല,
ഫുൾ പ്രോപ്പർട്ടിയുടെ സ്ട്രക്ചറിൻ്റെ കണ്ടീഷന്, അകത്തെ കണ്ടീഷന്, ഗ്യാസ്, ഇലക്ട്രിക് എക്യുപ്മെൻസിൻ്റെ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസും അതിൻ്റെ റെക്കമെൻഡേഷൻസും അവർ നമുക്ക് പറഞ്ഞു തരും. അതായത് എന്തെങ്കിലും റിപ്പയർ ചെയ്യാനുണ്ടോ, സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ, ഫ്ലഡഡ് ഏരിയ ആണോ, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള മരങ്ങൾ, അതായത് അതിൻ്റെ റൂട്ട്സ് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിന് ഡാമേജ് വരുത്തുമോ, അങ്ങനെ കംപ്ലീറ്റ് ഡ്രെയിനേജ്, ഗ്യാസ് ലൈൻസ്, ഗ്യാസ് പൈപ്പ്സ്, അങ്ങനെ സകല ഡീറ്റെയിൽസ്, നമുക്ക് വേണ്ട സകല ഡീറ്റെയിൽസും ആ സർവേക്കകത്ത് നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ മേടിക്കുന്ന പ്രോപ്പർട്ടിയുടെ കറണ്ട് കണ്ടീഷൻ, അതിന് എന്തെങ്കിലും പണി വേണോ, മേജർ ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ, മേജറായിട്ട് എന്തെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, എല്ലാം കംപ്ലീറ്റ് അവർ നമ്മളെ ഫോൺ വിളിച്ചും പറയും, നമുക്ക് റിപ്പോർട്ടായിട്ട് അവർ അയച്ചു തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ സർവേ കഴിഞ്ഞപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയിലർ മാറ്റണം. കാരണം ബോയിലർ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കഴിഞ്ഞ 15 വർഷം അല്ലേ, 15 years ആയിട്ടുള്ള ബോയിലറാണ്. അപ്പൊ അത് മാറണം. അതൊക്കെ നമുക്ക് പല കളർ കോഡിൽ അവർ തരും, റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പൊ റെഡ് ആണെങ്കിൽ അർജന്റ് ആയിട്ട് നമ്മളത് അറ്റൻഷൻ കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓറഞ്ച് ആണോ യെല്ലോ ആണോ ഞാൻ മറന്നുപോയി. ഓറഞ്ച് ആണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും അത് ഫ്യൂച്ചറിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗ്രീൻ ആണെങ്കിൽ അതെല്ലാം പെർഫെക്റ്റ് ആണ്, ഓക്കെയാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ ഈവൻ ഡോർസിന്റെയും വിൻഡോസിന്റെയും കണ്ടീഷന്, ഇവിടെ പിന്നെ തണുപ്പാവുന്നതുകൊണ്ട് വിൻഡോസിന്റെ ഗ്ലേസിങ്, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് അവർ മെൻഷൻ ചെയ്യും. അപ്പം അതനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സർവേ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്കത് ചെയ്ത് ഇരിക്കണോ എന്ന് മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ മസ്റ്റല്ല, നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇൻ കേസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി നമുക്ക് മേടിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും കാരണവശാൽ പ്രോപ്പർട്ടി നമുക്ക് വേണ്ടാന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ ഈ സർവേയുടെ കാശ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് സർവേ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു 400 something pounds ആയിരുന്നു ഈ സർവേ, ലെവൽ 2 സർവേക്ക്. അപ്പം അത്രയും പൗണ്ട്സ് കൊടുത്ത് നമ്മൾ ഈ സർവേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ കംപ്ലീറ്റ് കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇൻ കേസ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ, ഈ വീട് പർച്ചേസ് നമുക്ക് എഗ്രി ചെയ്തില്ല, അല്ലെങ്കിൽ സെല്ലർ എന്തെങ്കിലും ബാക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവേയുടെ കാശ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പം അത് മനസ്സിൽ വെക്കണം. പക്ഷേ സർവേ ചെയ്യുന്നത് നല്ലതായിരിക്കും, നമുക്കറിയാൻ പറ്റും, കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും വീടിനെ പറ്റി. അതുകൊണ്ട് ഞങ്ങളൊരു സർവേ ചെയ്തിരുന്നു, അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും വീടിൻ്റെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സർവേ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ബാക്കിയെല്ലാം സൊളിസിറ്റർ ചെയ്തോളും. ആ ഒരു ടൈം ഫ്രെയിം അനുസരിച്ച് പുള്ളി ചോദിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക, അവർ നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് സൈൻ ഇടേണ്ട കാര്യങ്ങളുണ്ട്, പേപ്പർ വർക്ക്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് അയച്ചു തരുന്നതനുസരിച്ച് നമ്മൾ തിരിച്ച് അയച്ചു കൊടുത്തോണ്ടിരിക്കുക. ഒരു 2-3 months കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സമയം വരുന്നത്. അപ്പം അതുവരെ നമുക്ക് ഡെപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും. മേജർ ട്രാൻസാക്ഷൻസോ മേജർ എന്താ പറയുക, പൈസ അങ്ങോട്ട് കൊണ്ടുവരുമോ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് മേടിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ആ ക്ലീൻ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും നമ്മൾ വെക്കുക. ഈവൻ ഡെപ്പോസിറ്റ് പോകുന്നിടം വരെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സ് ക്ലീൻ ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. ലാസ്റ്റ് ഈവൻ നമ്മുടെ ചെക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ ചിലപ്പോൾ അതുപോലും നമുക്കൊരു റിജക്ഷന് ചാൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഭാഗം ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു 3-4 months മിനിമം 3-4 months കഴിഞ്ഞ് നമുക്ക് കീ കിട്ടുന്നതിൻ്റെ അന്നാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ട്രാൻസ്ഫർ ചെയ്തത്. നമ്മളിത് ഡയറക്റ്റ് സെല്ലർക്കൊന്നുമല്ല കൊടുക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് സൊളിസിറ്ററിനാണ് കൊടുക്കുന്നത്. അപ്പോൾ സൊളിസിറ്ററിൻ്റെ കയ്യിൽ ഈ ഡെപ്പോസിറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെ ഇത് സെല്ലറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവർക്ക് സെല്ലർക്ക് കിട്ടി എന്നുള്ളത് സെല്ലറിൻ്റെ സൊളിസിറ്റർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറെ വിളിച്ച് പറയും. അപ്പോൾ കീ നമുക്ക് ഒന്നുകിൽ എസ്റ്റേറ്റ് ഏജൻസിൻ്റെ നിന്ന് കളക്ട് ചെയ്യാം, ന്യൂബിലിറ്റി ആണെങ്കിൽ നമ്മുടെ ഏജൻറ്റ്സ് ഏതാണോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ഏതാണോ അവരുടെ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ സോളിസിറ്റർ നമ്മളെ അറിയിക്കുക, അതനുസരിച്ച് നമ്മൾ പോയി കളക്ട് ചെയ്താൽ മതി. നമ്മൾ പറയുന്ന സമയത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫർ ചെയ്താൽ ഒരു 3-4 hours കീ കളക്ഷൻ റെഡിയാവും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, 3-4 hours കീ കളക്ട് ചെയ്യാൻ റെഡിയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കളക്ട് ചെയ്തു. അപ്പോൾ ഇനി ഫീസിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് സൊളിസിറ്റർക്ക് ഒരു ഫീസ് ഉണ്ട്. അത് പല സൊളിസിറ്റർക്ക് പല ഫീസാണോ കോമൺ ഫീസാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഫീസ് ഉണ്ടായിരുന്നു, സൊളിസിറ്ററിൻ്റെ ഒരു ഫീസ്. പിന്നെ അല്ലാതെ കുറേ ഗവൺമെൻറ്റിൻ്റെ ചാർജസ് ഉണ്ട്. അതെല്ലാം സൊളിസിറ്റർ നമുക്ക് പറയും, ഈവൻ അവരുടെ ഇൻവോയ്സ് തരും. അപ്പോൾ അതിനകത്തെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു എക്സ്പെൻസ് ആണ്, സൊളിസിറ്റർ ചാർജ്, പിന്നെ ഗവൺമെൻറ് ഫീസുകൾ പ്ലസ് പിന്നെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും നമുക്കില്ല. ഫസ്റ്റ് ടൈം ബയേഴ്സിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ
എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് എപ്പോഴും എടുക്കുക. ഇത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്, ഇത് അഡ്വൈസ് അല്ല. എപ്പോഴും ഒരു സോളിസിറ്ററിന്റെയും ഒരു അഡ്വൈസറിന്റെയും അഡ്വൈസ് മാത്രം ഫോളോ ചെയ്യുക. പിന്നെ ഇത് ഞങ്ങളൊരു എക്സ്പീരിയൻസ്, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഈ നമ്മുടെ ഈ ഒരു ഹോം ബൈയിങ് പ്രോസസ്സിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് തോന്നിയത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നത്. ഒന്ന്, എപ്പോഴും നമ്മളൊരു DIP എടുക്കുക. ആദ്യമേ DIP എടുത്തതിന് ശേഷം ഒരു വീട് നോക്കി തുടങ്ങുക. അതായിരിക്കും ബെസ്റ്റ്. കാരണം നമുക്ക് DIP എടുക്കുമ്പോൾ അറിയാം നമ്മുടെ ബഡ്ജറ്റ് ഏകദേശം എത്ര വരും, നമുക്ക് എത്ര അഫോർഡബിലിറ്റി എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് നോക്കി തുടങ്ങാം. അതായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ഫണ്ട് എപ്പോഴും നമ്മൾ ഡെപ്പോസിറ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം വീട് നോക്കി തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും നമ്മൾ കയ്യിൽ ഫണ്ട് റെഡിയാക്കി വെക്കുക. ഡെപ്പോസിറ്റിൻ്റെ 90%. അപ്പം ബാക്കി നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു 6 months അക്കൗണ്ട് ക്ലീൻ ആക്കി ഇടാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അതൊന്നും വിഷയം വരുന്നില്ല. വേറെ ആരുടെയും കയ്യിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ സിബ്ലിങ്സിൻ്റെയോ ഒക്കെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് പേപ്പർ വർക്ക്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഫണ്ട് കൊണ്ടുവന്ന് 6 months നമ്മുടെ അക്കൗണ്ട് ക്ലീൻ ആക്കി ഇടാൻ പറ്റുമെങ്കിൽ അതും നന്നായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും മോർട്ട്ഗേജ് അഡ്വൈസേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കുക. അവർ ത്രൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻഡറിനെ നമുക്കത് ലെൻഡറിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ബെസ്റ്റ് അവർക്ക് സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ടി എടുത്തു തരാൻ പറ്റും. നമ്മൾ തന്നെ ഒരു ബാങ്കിൽ പോയാലോ 1-2 ബാങ്കിൽ പോയാലോ കിട്ടുന്നതിലും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഒരു അഡ്വൈസർ ത്രൂ കിട്ടും. ഹായ് ഗൈസ്, സോറി കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ഞാൻ ബാക്കി വേറൊരു ദിവസമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പം നീട്ടി എന്താ പറയുക, കുറേ ഡിലേ ആക്കുന്നില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ജോബി? നമ്മൾ ഒരു പോയിന്റ് മിസ് ഔട്ട് ആയത് പറയാനുള്ളത് നമ്മുടെ ഇൻഷുറൻസ് ആണ്. നമുക്ക് ഒരു പേഴ്സണൽ ഇൻഷുറൻസ് നമുക്ക് 2 പേർക്കും, അതായത് ഇപ്പം വീട് 2 പേരുടെയും മോർട്ട്ഗേജിന്റെ ബേസിലായിരിക്കും വീട് എടുക്കുന്നത്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ 2 പേർക്കും പേഴ്സണൽ ഇൻഷുറൻസ്, അതായത് ലൈഫ് ഇൻഷുറൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്രയും നേരത്തെ വരുമ്പോൾ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ കവർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം അത്രയും കുറഞ്ഞു കിട്ടും. നമ്മൾ എടുക്കാൻ ലേറ്റ് ആകുന്നതോറും നമുക്ക് ഏജ് അനുസരിച്ച് പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. അപ്പം വരുന്നവരാദ്യമേ ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ വീടിന്റെ മോർട്ട്ഗേജിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പോളിസി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചാൽ നമുക്ക് അന്നേരം പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രീമിയം ഹൈ ആയിട്ടായിരിക്കും തരുന്നത്. നേരത്തെ എടുത്തു വെച്ചാൽ പ്രീമിയം നമുക്ക് ഒരു കുറച്ച് നല്ല ഒരു കുറവിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇൻഷുറൻസിന്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അവളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അതാ ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നത്, നമ്മൾ വിട്ടുപോയത്. ബാക്കി ഏകദേശം എല്ലാ പോയിന്റും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ അല്ലേ, ഇത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ്. 3-4 മാസം മുന്നേ ചെയ്തതായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കമന്റ് ചെയ്ത് അറിയിക്കുക. ദെൻ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾ അത് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ എന്നാ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ആൻഡ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. Until then, take care, God bless and bye. Bye, Simon.